നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഫിലിം പ്രൊമോഷനിടെ നടി ഗൗരി ജി കൃഷ്ണൻ നേരിട്ട മാനസിക ബുദ്ധിമുട്ടും ഗൗരിയുടെ പ്രതികരണവും ഏറെ ചർച്ചയായിരിക്കുന്ന ഈ സമയത്ത് ന്യൂസ് 3 മറ്റെന്ത് സംസാരിക്കാൻ? ഇന്നത്തെ നമ്മുടെ വിഷയം അതുതന്നെയാണ്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ചർച്ചയല്ല. കാരണം ഗൗരി പറഞ്ഞത് 100% ശരിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഈ വിഷയത്തിന് ഒരൊറ്റ വശമേ ഉള്ളൂ, ഞങ്ങൾ ഗൗരിക്കൊപ്പമാണ്. അതിഥികളായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജുവൽ മേരി, ഉമാ നായർ എന്നിവർ ചേർന്ന് രണ്ടുപേർക്കും സന്തോഷത്തോടെ സ്വാഗതം ന്യൂസ് 3ലേക്ക്. ഞാൻ ആദ്യം ജുവലിലേക്ക് പോവുകയാണ്. ജുവൽ, ഗൗരി ഇന്നലെ പ്രതികരിച്ച ആ സമയത്ത് ആദ്യം ആ വീഡിയോ പുറത്തു വന്നത് മുതൽ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായ ആ ഒരു പിന്തുണ ഗൗരിക്ക് അവിടെ കിട്ടിയില്ലല്ലോ എന്നുള്ളത് വലിയ വിഷമമായിരുന്നു. ആ സമയത്ത് ഗൗരി ഭയങ്കര ബോൾഡായി സംസാരിച്ചെങ്കിലും എപ്പോഴൊക്കെയോ നമുക്ക് ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു ചർച്ചയല്ല, നമ്മൾ ഗൗരിക്ക് വേണ്ടി സംസാരിക്കുകയാണ്, ഗൗരിയോട് സംസാരിക്കുകയാണ്. എന്താണ് ജുവലിന് പറയാനുള്ളത്? ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഗൗരി അത് റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു തരം ഒരു കമ്പോഷർ ഉണ്ട്. അവരത് ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് അവർ ആ എൻറ്റയർ സീൻ ഹാൻഡിൽ ചെയ്തത്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിരുന്നിട്ട് നമ്മുടെ ശരീരത്തെ കുറിച്ചോ നമ്മുടെ ശരീരത്തിന് വളരെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു കമന്റ് പറയുന്നു. അത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ അറഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേ ഷീ ഫോട്ട് ഫോർ എർ ഏജൻസി, ആ ടൈമില് ഗൗരി എടുത്തൊരു സ്റ്റാൻഡ്, അത് ഇറ്റ്സ് നോട്ട് ഈസി. ശരിക്കും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഗൗരിക്കും പതർച്ചയുണ്ട്, ഗൗരിക്കും സങ്കടം ഉള്ളിലുണ്ട്. അത് ഒരുപാട് ഹോൾഡ് ചെയ്തിട്ടാണ് ആ കുട്ടി ആ ടൈമിൽ അത് ഹാൻഡിൽ ചെയ്തത്. അതിന് അവിടെ അത് പിടിവിട്ടു പോകാതെ, അവർക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതെ ഇത്ര ബ്യൂട്ടിഫുള്ളി അത് ഹാൻഡിൽ ചെയ്തതിന്, ഇങ്ങനെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു ഗൗരി. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏറ്റവും ദേഷ്യം തോന്നിയതും അപ്പോൾ അവർക്കൊപ്പം ഇരുന്നവർക്കായിരുന്നു. അവരുടെ ഓപ്പോസിറ്റ് ഇരുന്നവരെക്കാട്ടിലും തോന്നിയത് ഗൗരിയുടെ കൂടെ ഇരുന്നവര്, അല്ലെങ്കിൽ അവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്തോക്കെ എന്ന് ഗൗരി ചോദിക്കുന്നിടത്ത് എന്തോക്കെ, ഞാൻ ഓക്കെ അല്ല ഇവിടെ, അത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ള ആ ചോദ്യമൊക്കെ നമുക്ക്. അതിപ്പോ നമ്മള് ഒരു ബസ്സിലൊക്കെ കയറുമ്പോ ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഉപദ്രവിച്ചെന്നോ ഒരു തോണ്ടിയെന്നോ ഒക്കെ പറയുമ്പോ ഈ അടുത്തിരിക്കുന്നവർ എപ്പോഴും ചെയ്യുന്നൊരു റിയാക്ഷൻ ഉണ്ട്, നമ്മൾ മിണ്ടണ്ട, വിട്ടുകള, അല്ലെങ്കിൽ നീ അങ്ങ് നീങ്ങിയിരി. അതായത് അനുഭവിക്കുന്ന ആളുടെ അടുത്താണ് വീണ്ടും അവരെ സൈലൻസ് ചെയ്തുകൊണ്ടാണ് വിഷയം ഇല്ലാതാക്കുന്നത്. അല്ലാണ്ട് വിഷയത്തിന് നേരെ പ്രതികരിക്കാനായിട്ടുള്ള ആർജവം ഇപ്പോഴും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനുഷ്യന്മാർക്കൊന്നും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ഈ കണ്ട വിഷ്വൽ ആക്ച്വലി. ഓക്കെ, ഉമാ നായരിലേക്ക് കൂടി പോകുന്നു. ചേച്ചി, എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്? എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഇതിനോട്? ഒന്ന്, ഗൗരിക്ക് ഈ പറഞ്ഞ പോലെ, ജുവല് പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തോന്നിയ ധൈര്യത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം എന്ത് അവകാശമാണ് മറ്റൊരാളിന്റെ, അത് സ്വന്തം വീട്ടിലെ ഭാര്യ ആവട്ടെ, മകളാവട്ടെ, സഹോദരി ആവട്ടെ, ആരുമായിക്കോട്ടെ, മറ്റൊരാളിന്റെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്കാണ് ഇവിടെ അധികാരം കൊടുത്തിരിക്കുന്നത്? അതാണ് ഞാൻ മനസ്സിലാകാത്തത്. ഒരാളിനെ കുറിച്ചും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, ആരെക്കുറിച്ചും പരസ്പരം അത്തരം രീതിയിൽ സംസാരിക്കാൻ ഒരു അനുവാദം ഇവിടെ ഇല്ല. പിന്നെ ഒരു കൂട്ടത്തിൽ, ഒരു സമൂഹത്തില്, ഒരു വലിയ ഫംഗ്ഷനിൽ വന്നിരുന്നിട്ട് ഇത്ര ധൈര്യമായിട്ട് ചോദിക്കാൻ കാണിച്ച അയാളുടെ മനസ്സിനെ ആദ്യം ശിക്ഷിക്കാൻ, ഒരു തരത്തിലും ഒരു ചർച്ചകൾക്കും ഇടം കൊടുക്കാതെ ശിക്ഷിക്കാൻ, എങ്ങനെയൊക്കെ ശിക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം സംസാരിക്കേണ്ട വിഷയം. കാരണം എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരെ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണിത്. ന്യായം നമ്മുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിരുന്നാൽ കൂടെ ജോൽ പറയുന്നത് പോലെ നമ്മളാണ് ശരി എന്ന് ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അറിയാം. എന്നാലും മിണ്ടല്ലേ പ്ലീസ്, അതെന്ത് നയമാണെന്നാണ് മനസ്സിലാകാത്തത്. ബാധിക്കപ്പെട്ട നമുക്കുണ്ടാവുന്ന വേദന, അപമാനം, അത് ആരാണ് പകരം തരിക? അതിനെ ആരാണ് സോൾവ് ചെയ്യുക? നമ്മൾ എന്താണ് കേസ് കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോണേ? പോലീസ് സ്റ്റേഷനിൽ പോയി കയറി ഇറങ്ങാനോ, കോടതിയിൽ പോയി കയറി ഇറങ്ങാനോ, അന്തിമവിധി എന്താ ഉണ്ടാവാൻ പോണേ? അവിടെയാണ് എനിക്ക് എപ്പോഴും, ഞാൻ എല്ലാ കാര്യത്തിനും പറയാനുള്ളൊരു കാര്യം, ഇവിടുത്തെ നിയമം തിരുത്തപ്പെടണം. കാരണം ഇത് പണിഷ് ചെയ്യാനുള്ളത് ഒരുപാട് നീട്ടി വെക്കാതിരിക്കുക, പണിഷ്മെന്റ് വേഗത്തിൽ കൊടുക്കുക, കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കുക. അല്ലാതെ ഒന്നും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറില്ല. പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ആക്രമണം ഒട്ടും മാറില്ല. കാരണം സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് പണ്ടേ ഉള്ള അതേ ആറ്റിറ്റ്യൂഡാണ്. സഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം. അത് ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കല്ല. മാത്രമല്ല, അതിനൊരു മേലാപ്പോട് കൊടുത്തു. ഫണ്ണി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്രേ. ഫണ്ണി ക്വസ്റ്റ്യൻസ് അവരുടെ വീട്ടിലുള്ളവരോട് ചോദിക്കട്ടെ. ഈ ഫണ്ണി ക്വസ്റ്റ്യൻസ് അവർക്കത് സഹിക്കാൻ പറ്റുമോ? അവരുടെ എന്തിനീ സംസാരിച്ച ആളിന്റെ വീട്ടിലൊരു അംഗത്തോടോ, അമ്മയോടോ, സഹോദരിയോടോ, ഭാര്യയോടോ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യും?
അപ്പൊ മറ്റൊരു വീട്ടിലെ മറ്റൊരു വ്യക്തിനെ പറയുമ്പോൾ ആരും സംസാരിക്കില്ല. പബ്ലിക്കലി ചോദിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുമെന്നോ ഒന്ന് ചിരിക്കുമെന്നോ കരുതി. പക്ഷെ പെൺകുട്ടികൾ മാറി. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വന്നു തുടങ്ങി എന്നുള്ളത് കുറച്ചെങ്കിലും ഈ ആറ്റിറ്റ്യൂഡുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാൽ നല്ലത്. തീർച്ചയായിട്ടും ജുവലിന്റെ പല അഭിമുഖങ്ങളും ആ റീലുകളൊക്കെ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതും ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചതിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഗൗരി അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വെയിറ്റ് നിങ്ങൾ എന്തിനാണ് അറിയുന്നത്, ഞാൻ നിങ്ങളുടെ വെയിറ്റ് ചോദിച്ചോ, നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് നമ്മളിങ്ങനെ എത്രയോ കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇയാളൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇയാളുടെയൊക്കെ ഒരു ഉദ്ദേശം എന്നാണ് എപ്പോഴും മനസ്സിലാവാത്തത്. അതായത് ഞാൻ വായിച്ചിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഫെമിനിൻ ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ പൊതുവെ കാണപ്പെടുന്ന സ്റ്റാൻഡേർഡ്സ് ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് കയ്യിലും കാലിലും ഒന്നും രോമമില്ല, വിസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗത്തും രോമമില്ല, വളരെ പിറ്റീറ്റ് ആയ, വളരെ ഇന്നസെന്റ് ആയ, കുട്ടിത്തം തോന്നുന്ന മുഖം, മൃദുവായ സ്കിന്ന്. ഈ സാധനം നാച്ചുറലി നമ്മൾ കാണുന്നത് സ്ത്രീകളിലല്ല, കുട്ടികളിലാണ്. സോ വാട്ട് ഇസ് ദി സ്റ്റാൻഡേർഡ്? വാട്ട് ഈസ് ദി സ്റ്റാൻഡേർഡ്? ഇതിലേക്കാണ് ഓരോ സ്ത്രീയും ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് സ്വന്തമായിട്ട് ഏജൻസി ഇല്ലാത്ത, ചിന്തിക്കാൻ കഴിവില്ലാത്ത, സബ്മിസീവായ ഒരു കുട്ടിയായിരിക്കണം ലൈഫ് ലോങ് എന്നുള്ളതാണ് ഫെമിനിൻ ബ്യൂട്ടിയുടെ ഗിവൻ സ്റ്റാൻഡേർഡ്. ഇതാണ് പൊതുബോധത്തിലുള്ളത്. ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി ഇൻഡസ്ട്രി, അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ്, ഇതാണ് ശരിക്കും നടക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ ഒബ്സെഷൻ ടു ചിൽഡ്രൻ എന്നോ, ഇറ്റ്സ് ഇൻ എ വിയർഡ് വേ ഇറ്റ് ഇസ് പിഡോഫിലിയ. ഈ സ്റ്റാൻഡേർഡിലേക്ക് എല്ലാവരും ഒതുങ്ങണം എന്നുള്ളതാണ് പൊതുബോധം. ആ പൊതുബോധത്തിൽ നിന്നിട്ടാണ് അയാൾ അത്ര തമാശയായിട്ട് പറയണത്. ആ പൊതുബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അവൾക്കെതിരെ പറഞ്ഞാല് എന്നിട്ട് അയാൾ അത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഹീറോയുടെ അടുത്തല്ലേ ചോദിച്ചത്, പിന്നെ നീ ഏതൊക്കെ അമ്മ ആൻസർ. അതായത് ഈ ഗൗരിയുടെ ബോഡീനെ പറ്റി വേറൊരാളോട് ചോദിച്ചിട്ട് ഇവര് തമ്മിൽ അത് തമാശയാക്കി ഡിസ്കഷൻ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നിടത്ത് എനിക്ക് സംസാരിക്കാൻ അധികാരം ഇല്ലെന്നൊക്കെയാണ് ഇവരുടെ ന്യായം. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം നടന്നതും ഒരു ചർച്ച ഉണ്ടായതും ഒരുപാട് പേര് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണാൻ, ഓക്കെ, സ്റ്റിൽ ദിസ് ഇസ് ഹാപ്പനിങ്. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് റാഡിക്കൽ ആയിട്ട് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതും അവിടെ നമ്മളൊന്ന് നോക്കേണ്ടത്, ഗസ്റ്റ് ആയിട്ട് പോയി അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, വേദിയിൽ ഇരിക്കുന്ന ഒരു നടിയോടാണ് ഇതൊന്ന് ആലോചിക്കുന്നത്. സാധാരണ ഒരു പെൺകുട്ടിയോടല്ല. വേദിയിൽ അവിടെ പോയി ഫിലിം പ്രൊമോഷൻ ഇരിക്കുന്ന ഒരു നടിയോട് ഇത് ഇയാൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി എന്നുള്ളത് ഒന്ന്. അയാളുടെ അരഗൻസോ, അതിനുശേഷം നിങ്ങൾ മിണ്ടരുത് എന്നുള്ള രീതിയിൽ പല്ല് കടിച്ചുകൊണ്ട് എന്റെ ചോദ്യം അങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾ അങ്ങനെയല്ല ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ അതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ അരഗന്റ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ഇതൊരു ടൈപ്പ് ഓഫ് വെർബൽ അബ്യൂസ് ആണ്. നമ്മളിപ്പോ ഒരു അസോൾട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു എക്സ്ട്രീമിലേക്ക് ചിന്തിക്കുന്നുള്ളൂ. അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റേപ്പ് ഓർ ഇറ്റ് ഷുഡ് ബി ഭീകരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ജീവന് ഹാനി വരുന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചാലാണ് അസോൾട്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ദിസ് ഈസ് ഓൾസോ അസോൾട്ട്. ഇത് വേർബലി ഒരു വ്യക്തിയെ പൊതുവേദിയിൽ ഇരുത്തി അസോൾട്ട് ചെയ്യാണ് അയാൾ ചെയ്തത്. അതിനയാൾക്ക് ധൈര്യം ഉണ്ടായി ഇത്രയും സമയം ഇരുന്ന് പ്രസംഗിക്കാനായിട്ട് യാതൊരു ഗിൽറ്റും യാതൊരു പേടിയും ഇല്ലാതെ അയാൾക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ അപകടാവസ്ഥ. ഇത്രയും വലിയൊരു പബ്ലിക് വേദിയിൽ ഒരു മനുഷ്യന്റെ അരഗൻസിന് ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി നമ്മൾ ചിന്തിക്കണം, ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വരുന്നവർക്ക്, ഓരോരോ സ്ഥാപനങ്ങളിൽ ഒരു ഇടവഴി കയറി പോകുന്നവർക്ക്, ഒറ്റയ്ക്ക് ഒരു കോറിഡോറിലൂടെ നടക്കുന്നവർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? ഇത്രയും പൊതുവേദിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇത്രയും പോലും സേഫ്റ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടതെന്നുള്ളത്. സത്യം ഉമ്മ ചേച്ചി, അതാണ് ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. നമ്മൾ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുമ്പോഴും സ്ത്രീകളുടെ ഉന്നമനത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും പുച്ഛിച്ച് തള്ളുന്ന ആളുകളോട് ഇപ്പോഴും ചോദിക്കാനുള്ളത്, ബസ്സിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്ന, സ്വന്തം വീട്ടിൽ, ഇവിടെ കഴക്കൂട്ടത്ത് അനുഭവപ്പെട്ടത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾ കുറച്ചുകൂടിയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യർന്ന് പോലും പറയാൻ പറ്റാത്ത ആളുകളോട് എന്താണ് നമുക്ക് പറയാനുള്ളത്?
ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നേരിട്ട് കണ്ടൊരു കാര്യമാണ്. ഒരു വലിയ സെമിനാർ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി സംസാരിക്കുകയാണ്. ആ പെൺകുട്ടി സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയത്തെ പോലും സംസാരിച്ച് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവിടെ വളരെ വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ, നിങ്ങൾ ഇതിവിടെ സംസാരിക്കണ്ട, അതായത് സ്ത്രീ സംസാരിക്കണ്ട, വളരെ വലിയൊരു സെമിനാറാണ്. അവിടെ അദ്ദേഹം പറയാണ്, പ്രായമുള്ള ഒരു മനുഷ്യനാണ്, നമുക്ക് ചിലപ്പോ അദ്ദേഹത്തിനോട് റിയാക്ട് ചെയ്യാൻ തന്നെ അയ്യോ എന്തിനാന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോട് പറയാണ്, ചെറുപ്പക്കാരി ചെറിയ പെൺകുട്ടിയോട് പറയാണ്, നിങ്ങൾ ഇതിവിടെ എന്തിനു സംസാരിച്ചു. അതായത് പെൺകുട്ടി സംസാരിക്കാൻ പാടില്ല. പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള ഇത് എന്തൊക്കെ തരത്തിൽ ഇവിടെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഗൗരി ഒരു പ്രശസ്തയായ നടിയായിട്ടും ഇതുപോലൊരു ഫംഗ്ഷനിൽ പോയിരുന്നിട്ട് ഇത് നേരിട്ട് എന്ന് പറയുമ്പോൾ, മുമ്പേ പറഞ്ഞ പോലെ നാട്ടില് വളരെ സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു 10 പേര് നിന്ന് കമന്റ് അടിച്ചാൽ അതിനെതിരെ ഒന്ന് തല നിവർന്ന് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എവിടെയാണ് ഈ ഇതൊക്കെ മാറി എന്ന് പറയുന്നത്? എവിടെയാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് മാറി എന്നാണ് പറയുന്നത്? ജുവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജുവൽ ആർജിച്ചെടുത്ത ഒരു കാര്യമുണ്ട്. നേരത്തെ തൊട്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ജുവലിൻ്റെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കാണുമ്പോൾ ജുവലിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴൊക്കെ മനസ്സിലായത് ഭയങ്കര ബോൾഡെന്ന് വെറുതെ പറയുന്നതല്ല, പേടിയാണ് പലർക്കും. അല്ലെങ്കിൽ ജുവലിനോട് അങ്ങനെ ഒരു കാര്യം പറയില്ല ആളുകൾ, കുറച്ച് വണ്ണം കൂടിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ഒന്നും ഇപ്പോൾ പറയില്ല. അത് നേരത്തെ അങ്ങനെയായിരുന്നോ, അതെങ്ങനെയാണ് അങ്ങനെ ആയത്? നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാനാണ്. ജുവൽ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അതായത് ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ അല്ല എന്റെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കണം. ആദ്യം യുവർ ഒപ്പീനിയൻ ഓർ യുവർ തോട്ട് വിൽ നോട്ട് ഡിഫൈൻ മൈ ലൈഫ്. എന്റെ ജീവിതം അത് എന്റെ കമാൻഡിൽ നിൽക്കുന്നതാണ്. എന്റെ സൗന്ദര്യം എന്റെ ഡെഫിനിഷനിലുള്ളതാണ്. ഈ ബോധം എന്ന് നമുക്ക് വരുന്നോ അന്ന് നമ്മൾ ഈ എക്സ്റ്റേണൽ വാലിഡേഷനോടുള്ള ക്രേവിങ് നമുക്ക് അവസാനിക്കും. നമ്മളെ പറ്റി നല്ലത് പറയുന്ന, നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൈയടിക്കാൻ റെഡിയുള്ളവരെ കൂടെ നിർത്തിയാൽ മതി. അതല്ലാത്തവൻ മാമനായാലും മച്ചാനായാലും അമ്മായി ആയാലും ഒക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക. അതങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുക. അവരുടെ തലയ്ക്കകത്തുള്ള തലച്ചോറിന് വലിപ്പമില്ല, അവരുടെ ലോകത്തിന് ചിന്തകൾക്കോ വലിപ്പമില്ല. പൊട്ടക്കണക്കിലെ തവളകളെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിന്റെ ഉടമസ്ഥരാക്കി വെക്കരുത്. അവർക്കല്ല നമ്മുടെ ലൈഫിലുള്ള ഏജൻസി. നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കണം. ഇപ്പൊ എനിക്ക് ഇത്ര പ്രായമായി, ഞാൻ ഇത്രയും ജീവിച്ചു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഹഡിൽസ് താണ്ടി കടന്നു വന്ന് ഇത്രയും രോഗങ്ങളെ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളെ ഇത്രയും പെയിനെ എൻഡ്യൂർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സൗന്ദര്യമുണ്ട്. അത് ഇവനൊന്നും തീരുമാനിക്കുന്ന സ്റ്റാൻഡേർഡിലുള്ള സൗന്ദര്യമല്ല. അത് എന്നെ കാണുമ്പോൾ, എന്റെ കണ്ണിൽ നോക്കുമ്പോൾ, എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ മനുഷ്യർക്ക് കിട്ടുന്ന ഒരു വെളിച്ചമാണ്. അത് ഈ ബോധം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നോക്കി ഇതൊക്കെ ചോദിക്കാൻ മനുഷ്യർക്ക് ഒരു ഇച്ചിരി പേടി തോന്നും. ഇനി ചോദിച്ചാൽ പോലും ചോദിച്ചവനെ അവിടെ ഇട്ട്, ഇപ്പൊ ഗൗരി ആ ബോധമുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അല്ലെങ്കിൽ അത് സ്വന്തം ഏജൻസിനെ പറ്റി ഇത്രയും പവർഫുള്ളി കോൺഫിഡന്റ് അല്ലാത്ത ഒരു സ്ത്രീ അവിടെ ചിലപ്പോ ഒരു ചെറിയ ചിരി കൊടുത്തിട്ട് അതങ്ങ് വിട്ടേക്കാം എന്ന് വിചാരിക്കും ചിലപ്പോ. എനിക്ക് തോന്നുന്നു, അല്ല ജുവൽ, അവിടെ ഈ ഗൗരി ആദ്യത്തെ തവണ അങ്ങനെ ഒന്ന് വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഈ പ്രസ് മീറ്റിന് മുൻപ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഗൗരി അത് വിട്ടു. പക്ഷെ വിട്ടതിൽ പിന്നെ ഖേദിച്ചു ഞാനെന്ന് പറഞ്ഞു. ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതിൽ ഞാൻ തന്നെ എന്നോട് അയ്യോ ഞാൻ അത് പറഞ്ഞില്ലല്ലോ എന്ന ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഗൗരി. ഇല്ല, ഇതിലൊരു കാര്യം എന്താണെന്ന് അറിയാമോ? യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രതികരിച്ചില്ല? ഇതിപ്പോ നമ്മൾ ആരെങ്കിലും കയറി പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു അസോൾട്ട് ഉണ്ടാകുമ്പോഴോ എല്ലാവരും ചോദിക്കുന്നത്, നീ എന്തിനപ്പം ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് അത് അപ്പൊ തന്നെ പ്രതികരിച്ചില്ല? പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഷോക്ക്. ഷോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ഇത് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹിറ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ പ്രോസസ് ചെയ്യാനുള്ള സമയം എടുക്കും. ഗൗരി took that time, she waited for that chance. അത് കഴിഞ്ഞിട്ട് അവർ ലാഷ് ഔട്ട് ചെയ്തു. വളരെ ബ്യൂട്ടിഫുള്ളി അവർ അയാളെ ഫ്രൈ ചെയ്തെടുത്തു ആ സിറ്റുവേഷനിൽ. That is how we have to do it. Never lose that grip. അതാണ്, ആ ഗ്രിപ്പ് വിട്ടുപോയൊരു സമയം ഉണ്ടായെന്നും ഗൗരി പറയുന്നുണ്ട്. ഇത് വളരെ ഇപ്പോൾ ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള ഒരു സംവാദമായിരുന്നു ഈ നടന്നത്, അവർ തമ്മിലുള്ള ഫൈറ്റിങ്ങിലും. പിന്നീട് ഗൗരി അതിൻ്റെ ഓരോ നിമിഷങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഗൗരി പറയാണ്, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഈശ്വര ഇത്രയും ആണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് അവിടെയും, അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇനി തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നൊരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായെന്നാണ് ഉമ്മ ചേച്ചി ഗൗരി പറഞ്ഞത് ആ സമയത്ത്. അല്ല, അത് ഗൗരി ചിന്തിക്കാൻ കാരണം വെച്ചാൽ മറ്റൊരു സ്ത്രീ അവിടെ ഇല്ല. ആ
പ്ലാറ്റ്ഫോമിൽ ഇല്ല. അപ്പൊ ചുറ്റിനും ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകളെ എങ്ങനെയൊക്കെ ഇവർ എടുത്ത് പെരുമാറുന്ന ഒരു ആശങ്ക പെട്ടെന്ന് ഗൗരിക്ക് തോന്നിയിട്ടുണ്ടാവും. അത് ഗൗരിയുടെ സ്ഥാനത്ത് ആർക്കായാലും തോന്നുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരുടെ ഒരു ഒപ്പീനിയൻ ഗൗരി നോക്കിയേനെ. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഗൗരി ഇത്രയും പുരുഷന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്ക് നിന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ മനസ്സിൽ ഇതുപോലെ ഒരുപാട് ആഴത്തിൽ പല ആൾക്കാരോടും കാണിക്കുന്നത് കണ്ടും കൂടെ ഒരു വേദന ഉണ്ടാവും. കാരണം ഒരാൾക്ക് വണ്ണം കൂടുകയോ വണ്ണം കുറയുകയോ മറ്റേത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരികയോ ചെയ്യുന്നത് ഇവരുടെ ആരുടെയും പ്രശ്നമല്ല. സ്വന്തം ശരീരത്തിനകത്ത് എന്ത് മാറ്റം വന്നാലും അത് അവരവരുടെ മാത്രം പ്രശ്നമാണ്. ഇത് എന്തിനാണ് ഇവർക്ക് എവിടെയാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ഗൗരിയെ അക്സെപ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ കഥയ്ക്കോ കഥാപാത്രത്തിനോ ഉണ്ടായിട്ടില്ല, നായകനുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ടോട്ടൽ ക്രൂവിനുണ്ടായിട്ടില്ല. പിന്നെ കാണുന്ന പ്രേക്ഷകൻ ഇതിന് എന്തിനാണെന്നേ ഇത്ര വേദനിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അപ്പൊ ഗൗരി ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇത് ഇപ്പൊ ജുവലിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ജുവലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തില്ല. കാരണം ജുവൽ സർവൈവ് ചെയ്തു വന്നതിനകത്ത് എനിക്ക് ഒത്തിരി റെസ്പെക്ട് ആണ്. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് പറയണം. ഇത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇത് എന്റെ ജീവിതം, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം. അത് പറയാനുള്ള ഗട്ട്സ് ഓരോരുത്തർക്കും ഉണ്ടാവുമ്പോ ഇത് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് പണിഷ് ചെയ്യണം, നന്നായിട്ട് പണിഷ് ചെയ്യണം. ഒറ്റ പ്രാവശ്യം ഒരാളെ പണിഷ് ചെയ്താൽ ഒരല്പമെങ്കിലും ഭയം ഉണ്ടാവും. അല്ലാതെ ഒന്നും ഇത് മാറില്ല. ഇതൊക്കെ തിരുത്തപ്പെടാനുള്ള ടൈമായി. ഈ ടൈമെങ്കിലും ഒന്ന് യൂസ് ചെയ്യണേ എന്നാണ് ഞാൻ ഇപ്പൊ ശരിക്കും പ്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജുവലിനെ കുറിച്ച് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ആ പ്രതികരിക്കുന്ന രീതിയും സംസാരവും, അത് ആ വാക്കുകളിൽ അതിൻ്റെ ഒരു പവറും ഉണ്ട്. അതെങ്ങനെ വന്നു, അത് നേരത്തെ അങ്ങനെ ആയിരുന്നോ എന്നൊരു ചോദ്യം കൂടി എൻ്റെ ആ നേരത്തെ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഐ വാസ് ഓൾസോ എ ഡൗട്ട്ഫുൾ പേഴ്സൺ. ഞാനും സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ കുറിച്ച് ബോധേഡ് ആയിരുന്നു. എനിക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ലൈഫിലെ പല ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അരി മേടിക്കാൻ കാശുണ്ടാക്കുന്നത് ഞാനാണ്. അപ്പൊ എന്റെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ ആരും എനിക്ക് 10 പൈസ കൊണ്ട് തരുന്നില്ല. അപ്പൊ അവരുടെ ഒപ്പീനിയനും ആ വില കൊടുത്താൽ മതി. ഇത് ഞാൻ ലിറ്ററലി എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരിങ്ങനെ നമ്മളൊരു ആക്ടറായിട്ടിരിക്കുമ്പോൾ പല കഥകളും ഇങ്ങനെ കേൾക്കും, നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയണം. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്ത് വിഷമിക്കണം കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ അരി മേടിക്കാൻ കാശ് കൊണ്ടിരുന്നത് ഞാനും പപ്പയുമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വീട്ടിനകത്ത് ഒപ്പീനിയൻസ് പറയാനായിട്ട് പുറത്തുനിന്ന് ഒരാൾ വേണ്ട. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ഹൗസ് അബൌട്ട് ദ പീപ്പിൾ ഇൻ ദിസ് ഹൗസ്, അത് ഇവിടെ തീരുമാനിക്കപ്പെടണം. വേറെ ആരും അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ദെൻ ലേറ്റർ ഓൺ ഐ ഇവോൾവ്ഡ്. ഞാൻ മനുഷ്യരെ കാണാൻ തുടങ്ങി, സർവൈവ് ചെയ്തവരെ കാണാൻ തുടങ്ങി, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരെ കാണാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്ര ചെറിയൊരു കിണറിനുള്ളിൽ കിടക്കേണ്ടവരല്ല നമ്മൾ. പുറത്ത് വിശാലമായ ലോകമുണ്ട്, അവിടെ മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നുള്ളത്. ആൻഡ് ദാറ്റ് എംപവേർഡ് മീ. അങ്ങനെയാണ് ഞാൻ ഗ്രോ ചെയ്തത്. ആഫ്റ്റർ എൻറ്ററിങ് മൈ 30s ഞാൻ ശരിക്കും അങ്ങനെ സ്വയം ലിബറേറ്റ് ചെയ്യണം. എന്റെ ഏജൻസി എന്റെ കയ്യിലായിരിക്കണം, ഒരുപാട് വളരണം, മരിക്കണ വരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനിപ്പോ. ഇങ്ങനെ പറക്കണമെങ്കിൽ ചില സർക്കിളിന്റെ അകത്തുനിന്ന് വെളി വരണം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ സർക്കിൾ ഈ നല്ല കുട്ടി പരിവേഷത്തിൽ നിന്ന് പുറത്തു വരാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അതെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാട്ടോ. എന്റെ ചെറുപ്പം മുതലേ എഴുതി തള്ളിയ കേസാണ്. എനിക്ക് തോന്നുന്നു ജുവലിനെ പോലെ തന്നെ ആര് സംസാരിച്ചാലും ഉറക്ക ശബ്ദത്തിൽ പ്രതികരിക്കുന്നവരെല്ലാം സമൂഹത്തിൽ എപ്പോഴും വലിയ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. അതെന്താണെന്ന് മനസ്സിലാവും. അവരുടെ കൂടെ പിന്നീട് സംസാരിക്കാൻ, ഇടപഴകാൻ പോലും നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും 10 പേരുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് നമ്മളോട് ബുദ്ധിമുട്ട് കാണിക്കുന്നവരുണ്ട്. അതാണ് ജുവൽ തന്റേടി. നമ്മള് തന്റേടി എന്നുള്ള വാക്ക് അവിടെ പറയണം. തന്റേടി, അവള് തന്റേടിയാണെന്ന്, തന്റേതായ ഇടം കണ്ടെത്തിയവളാണ് തന്റേടി എന്നുള്ളത് പോസിറ്റീവാണ്. നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതിലൊക്കെ ഏറ്റവും വലിയ തെറ്റാണ് സമൂഹം കാണുന്നത് ആ വാക്കിനെ പോലെ. അല്ലെ, ഞാൻ പറയുകയാണെങ്കിൽ അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മൾ ആ ടൈറ്റിൽ നേടിയെടുക്കണം. നമുക്ക് ഇതിനെപ്പറ്റി ബോധർ ചെയ്യാനൊരു സമയം നമ്മൾ കൊടുക്കണം. അതൊരു വലിയ ഡിഗ്രി ഒക്കെ എടുക്കണം അല്ലേ? അതൊരു 10-12 വയസ്സിനുള്ളിൽ തന്നെ നേടിയെടുത്താൽ പിന്നെ വലിയ തരക്കേടില്ല. പിന്നെ ആരും ഉപദേശിച്ച് നന്നാക്കാൻ നടക്കൂല. ബെറ്റർ യു ഗെറ്റ് ദ ടൈറ്റിൽ ഏർലിയർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷോക്കിന്റെ കാര്യം പറഞ്ഞില്ല, നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് പറയുന്നതാണ് ആളുകൾക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ എളുപ്പം. അങ്ങനെ ഒരു ഷോക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റാത്ത?
ഒരുപാട് തവണയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ കേസസിൽ ഞാൻ ചെറുപ്പത്തില് കുറച്ചുകൂടെ പ്രോംപ്റ്റ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ വരണ ഒരാളാണ്. അതായത് നേരത്തെ ആ തന്റേടിപ്പട്ടം കിട്ടിയത് കൊണ്ട് എനിക്ക് ആ ഗുഡ് ഗേൾ സിൻഡ്രോം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ ഫിറ്റ് ആവണമെന്നുള്ളൊരു സാധനം എനിക്ക് പണ്ടേ ഇല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്യണ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഷോക്കായി ഫ്രീസായി അവർക്ക് സംസാരിക്കാൻ പറ്റാതെ ഒക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഐ വാസ് ഇൻ സം 8th സ്റ്റാൻഡേർഡ് ഓർ 9th സ്റ്റാൻഡേർഡ്, ചെറിയ കുട്ടിയാണ് ഞാൻ. ബസ്സിലിരിക്കുമ്പോൾ, ബസ്സിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്. ഒരു ഗൈ, അയാളൊരു മെഡിക്കൽ റെപ്പോ സംതിങ് ഇങ്ങനെ ബാഗ് ഒക്കെ പിടിച്ചിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഈ ചേട്ടൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഐ മീൻ യൂണിഫോം. ഇയാൾ വന്നിട്ട് ഇയാളുടെ കാല് വെച്ചിട്ട് എന്റെ തൈസിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായി തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ഐ വാസ് ലൈക്ക്, എനിക്ക് തോന്നണതാണോ ഇത് വണ്ടി അനങ്ങുന്നോണ്ടുണ്ടാകുന്നതാണ്. നമുക്ക് ഒരാളെ ഇങ്ങനെ അക്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോധം അതിന് നമ്മൾ അനുവദിക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ചേട്ടന് ബുദ്ധിമുട്ടാവും. അപ്പോഴും ഞാൻ ഇയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എവിടെയോ നോക്കി നിന്നിട്ടാണ് ഈ കാലുകൊണ്ടുള്ള കലാപരിപാടി. ദ മിനിറ്റ് ഐ ഐഡന്റിഫൈഡ് ഓക്കെ ഇത് molestation ആണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു ഒരു സെക്കൻഡിൽ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് ഉറക്കെ എല്ലാവരും കേൾക്കാൻ ഞാൻ അടുത്ത് ചോദിച്ചു, ചേട്ടന്റെ കാലിന് കുറച്ച് നീട്ടം കൂടുതലുണ്ടല്ലേ എന്ന് ചോദിച്ചു. അടുത്ത സ്റ്റോപ്പ് വണ്ടി നിർത്തുന്നത്, ഇയാൾ ചാടി ഇറങ്ങുന്നത്, ക്രൗഡിൽ അപ്രത്യക്ഷനാവുന്നതൊക്കെ ഒരുമിച്ച്. പക്ഷെ എനിക്ക് ഷോക്കായിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ ചെയ്തതാണെന്നുള്ളതും. നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ പ്രോസസ് ചെയ്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് തലേന്ന് കളയാനായിട്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഐ ഹാഡ് എ ഫ്രണ്ട്. ഒരു പ്രാവശ്യം ഈ കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരുത്തൻ റോഡിൽ നിന്ന് മുണ്ട് പൊക്കി കാണിച്ചു. ഹി ഷോഡ് ഹിസ് പ്രൈവറ്റ് പാർട്സ്. ചെറിയ കുട്ടിയാണ്, ഒരു 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. പനി പിടിച്ച് കിടന്നുപോയി ആ കൊച്ച്. അവൾ ലൈഫിൽ ഇതേവരെ അങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. ഞാൻ അതിന് എന്നിട്ട് വീട്ടിൽ പോയി, ഞാനും അന്ന് ഏകദേശം 8th ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഞാനും വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ഈ കൊച്ചു ഇത് പറഞ്ഞിട്ട് ഇതിന് കരയാൻ പോലും പറ്റില്ല. ബിക്കോസ് അവരുടെ വീട്ടിൽ ഇത് ലൗഡ്ലി സംസാരിക്കാൻ പറ്റുന്ന ഫ്രീഡം ഇല്ല. പനി വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ മെനി ഇൻസിഡൻസ് പറഞ്ഞാൽ തീരൂല. അത്രയധികം ഇൻസിഡൻസ് ഇൻ റിയൽ ലൈഫ് തന്നെ എല്ലാ പെൺകുട്ടികളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ ആയാലും പഴയ ജനറേഷൻ ആയാലും എല്ലാവർക്കും പറയാൻ ഇതുപോലത്തെ കുറെ കഥകളുണ്ട്. ഏർലിയർ ഇത് കുറച്ചും കൂടെ പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ പറയുന്ന കുറെ അമ്മമാരും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ബോധമില്ലായ്മ പറയുന്ന സ്ത്രീകൾ വളരെ കുറഞ്ഞു വരുന്നതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷെ കാണിക്കുന്നവർക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ അമ്മമാര് പറച്ചിൽ കുറച്ചതിന്റെ കാരണം കുറെയൊക്കെ അവരവരുടെ വീടുകളിൽ തന്നെയുള്ള കൊച്ചുമക്കളൊക്കെ കറക്റ്റ് ആയിട്ട് തിരുത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കുറഞ്ഞു വരുന്നത്. ഉമ്മ ചേച്ചി, അതാണ് നമ്മള് ഇത് ചർച്ച ഇത് കാണുന്നവർ പോലെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചോദിക്കും, തുടങ്ങി അവര് ഒരു വിഷയം കിട്ടി അവര് തുടങ്ങി എന്ന് പറയും. പക്ഷെ നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ ഉമ്മ ചേച്ചി? അതെ, നമ്മുടെ ശബ്ദം ഒരുപാട് തവണ നമ്മുടെ ശബ്ദം ഉയർത്തപ്പെടുമ്പോഴാണ് ഒരു കാര്യത്തിനെങ്കിലും നീതി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് നമ്മൾ ഇനിയും ശബ്ദം ഉയർത്തിയേ പറ്റുള്ളൂ. ഇനിയും ഉയർത്താൻ മടിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളായാലും ചേച്ചിമാരായാലും എല്ലാവരും തന്നെ, ഏത് പ്രായഭേദമന്യുള്ള സ്ത്രീകളാണെങ്കിലും ശബ്ദം ഉയർത്തേണ്ടടുത്ത് ശബ്ദം ഉയർത്തുക തന്നെ വേണം. അതിന് ഒരാളിന്റെയും സർട്ടിഫിക്കറ്റ് നോക്കാതിരിക്കുക, ഒരാളിന്റെയും സ്നേഹമോ വാത്സല്യമോ നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. സംസാരിക്കുമ്പോൾ ഒറ്റപ്പെടാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മുടെ സത്യം എപ്പോഴാണെങ്കിലും അത് വിജയിക്കും. അതിന് യാതൊരു മാറ്റവും. ചേച്ചി, ഇതിനെക്കുറിച്ച് അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നതോ പ്രതികരിക്കാൻ പറ്റാതെയോ പ്രതികരിച്ചതോ ആയിട്ടുള്ള അനുഭവങ്ങൾ? എനിക്ക് ഒരു വർക്ക് പ്ലേസിൽ വെച്ചിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 20 years ബാക്ക് ഉള്ള ഒരു അനുഭവമാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തനായ മനുഷ്യൻ മദ്യപിച്ചിട്ട് വളരെ ബോധമില്ലാത്ത സാഹചര്യത്തിലാണ് കടന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ തല്ലു കൊടുക്കുക. അന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അദ്ദേഹം എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറാണ്. അപ്പൊ എനിക്കിത് പെട്ടെന്ന് അദ്ദേഹത്തിനെ എനിക്ക് അങ്ങനെ അങ്ങ് കാണാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ബോധമില്ലാതെ ചെയ്തതാണ് എന്ന് ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ സ്റ്റണ്ടായി. കാരണം ആ സമയത്ത് അവിടെ ആരുമില്ല. അപ്പൊ ഇത് എന്താണ് എന്നൊരു വേദന എനിക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പക്ഷെ പ്രതികരിച്ചത് ഒരാൾക്ക് തല്ല് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്നത് അവിടെയാണ്. അദ്ദേഹത്തിനെ പിടിച്ചു തള്ളിയിട്ടിട്ട് ഞാൻ ഓടിപ്പോകുമായിരുന്നു. കാരണം എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് അത് ഉണ്ടായതെന്നുള്ളത് എന്റെ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അങ്ങനെ പബ്ലിക്കലി മറ്റെല്ലാ സ്ഥലത്തുനിന്നും ആദ്യമായിട്ട് ഉണ്ടായ ഒരു അനുഭവം എനിക്ക് അതായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ജോലു പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു ഷോക്ക്, അത് എവിടെ നിന്നാണെങ്കിലും ഒരു സെക്കൻഡ് നമ്മളങ്ങ് എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പോകും. ഇത് റിയാലിറ്റി ആണോ, ഇനി ഇത് എന്ത് ചെയ്യണം എന്നൊരു പ്രശ്നം നമുക്ക് വരും. പക്ഷെ നമ്മൾ പ്രതികരിക്കണം. ഇനി അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ പ്രതികരിക്കാതിരിക്കുന്നത്. റീസെന്റ് ആയിട്ടും അതൊരു ഏറ്റവും സങ്കടം,
പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകൾ പോലും സ്ത്രീകളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കും. ഉം. അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഏറ്റവും റീസൺ ആയിട്ട് പോലും അങ്ങനെ ഫേസ് ചെയ്തൊരു സംഗതിയുണ്ട്. അപ്പൊ ഈ അധിക്ഷേപം എന്ന് പറയുന്നത് പബ്ലിക്കലി ആർക്ക് നേരെ ഉണ്ടാവുമ്പോഴും അതിന് പ്രതികരിക്കാനുള്ള ഒരു ചങ്കുറപ്പ് നമ്മുടെ ആൾക്കാരിലേക്ക് വരണം എന്നുള്ളത് എന്റെ ഒരു വലിയ ആഗ്രഹം. കാരണം ജുവലിനെ പോലെയും ഇതുപോലെ മിടുക്കികളായ പെൺകുട്ടികൾ ഒത്തിരി പേരുണ്ട് നമുക്ക് ഉദാഹരണം കാണിക്കാൻ. അവരെയൊക്കെ ഉദാഹരണത്തോടെ എടുത്ത് ധൈര്യമായിട്ട് പ്രതികരിക്കും. ശരി ജുവൽ, ഗൗരിക്ക് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അഭിനന്ദനങ്ങൾ. ജുവലിന്റെ ഒരു ഒറ്റ വാക്കുകൂടി നമ്മുടെ പെൺകുട്ടികളോട് എന്താണ് പറയാനാണെങ്കിൽ ഒന്ന്, ജുവലിനൊക്കെ കേട്ട് പഠിക്കാൻ ഒരുപാട് പേരുണ്ട്, ജുവലിനെ ഇപ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, എന്താണ് അവരോട് പറയാനുള്ളത്? നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ റൈറ്റ്സ്, ഇതിനെപ്പറ്റി എപ്പോഴും ബോധമുള്ളവരായിരിക്കുക. വേറൊരാളുടെയും കയ്യിലല്ല ഇതിന്റെ കൺട്രോളോ ഇതിന്റെ അതോറിറ്റിയോ. അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ. യുവർ ബോഡി ഷുഡ് ബി യുവർ പ്രൈഡ്, യുവർ സ്പേസ് ഷുഡ് ബി യുവർ ഡെഫിനിഷൻ. അതല്ലാതെ മറ്റൊരാൾക്ക് അതിന്റെ ഏജൻസി കൊടുക്കരുത്. ആ സ്പേസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി ബോധവാന്മാരായിരിക്കുക. എപ്പോഴും പ്രൗഡായിട്ട് അവനവന്റെ ശരീരത്തിനെയും ജീവിതത്തെയും സമീപിക്കുക. ആ പ്രൗഡി കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ശരി അത് ശരിയാണ്. You don't need a validation for that. Thank you so അപ്പോൾ much. ആ ഒരു ഹാപ്പിനെസ്സിൽ തന്നെ ജീവിക്കുക. യെസ്, താങ്ക് യു സോ മച്ച് ജുവൽ. ഉമ ചേച്ചി, ഇപ്പം ഇത്രയും സമയം നമ്മൾ സംസാരിച്ചുള്ളൂ എങ്കിലും അത് പവർഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.